അന്യായമായ ഗ്യാസ് വില വർധനവിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഈ വരുന്ന 6-ാം തീയതി ബുധനാഴ്ച സംസ്ഥാന വ്യാപകമായി കടയടപ്പ് സമരം നടത്തുകയാണ്. നമുക്കറിയാം, ഏറെ പ്രതിസന്ധി നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഹോട്ടൽ മേഖല പ്രതിസന്ധികളിൽ കടന്നു പോകുന്ന സമയത്താണ് ഒരു പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം പെട്ടെന്ന് ഒരു ദിവസം 1000 രൂപയുടെ വർധനവ് ഗ്യാസിനുണ്ടായത്. 1000 രൂപ വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ GST ഉൾപ്പെടെ 1180 രൂപ ഒരു വാണിജ്യ സിലിണ്ടറിന് വില വർദ്ധിക്കുകയാണ്. ഇതുമൂലം ഈ മേഖല പ്രതിസന്ധിയിലൂടെ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് നിലനിൽക്കുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ ബംഗാളിലെയും ആസാമിലെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ നാട്ടിൽ പോയത് കാരണം തൊഴിലാളികൾ കിട്ടാത്ത ക്ഷാമവും, അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ 2 മാസത്തോളമായി നടക്കുന്ന യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ഗ്യാസ് ലഭിക്കാത്തയും ഒരു സാഹചര്യത്തിൽ പല കടകളും അടച്ച് ഇട്ടിരിക്കുന്ന ഈ അവസ്ഥയിലാണ് ഇടുത്തി പോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനം വന്നിട്ടുള്ളത്. എന്തായാലും ഈ ഹോട്ടൽ മേഖലയെ തകർക്കുന്ന ഈ തീരുമാനത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി ഈ ബുധനാഴ്ച നടക്കുന്ന ഈ കടയടപ്പ് സമരത്തിൽ മുഴുവൻ വ്യാപാരി സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട നാട്ടുകാരും ഇതുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏകദേശം 4 മാസത്തിനുള്ളിൽ 1500 രൂപയുടെ വില വർധനവാണ് 19 കിലോ ഗ്യാസിൽ വന്നിട്ടുള്ളത്. ഒരു സിലിണ്ടർ ഗ്യാസിന് 1600 1700 ഉണ്ടായിരുന്ന 4 മാസം മുന്നേ ഉണ്ടായിരുന്നത് ഇന്ന് 3150 രൂപ എത്തി നിൽക്കുകയാണ്. അതായത് ഡബിൾ വർധനവാണ് 4 മാസം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ഈ മേഖലയെ തകർക്കാനല്ലാതെ വേറെ ഇതുകൊണ്ട് ഒരു ഇതുമില്ല. നമ്മൾ ദശലക്ഷക്കണക്കിന് ആളുകൾ അന്നത്തിന് വേണ്ടി അന്നന്നത്തെ അന്നത്തിന് വേണ്ടി പണിയെടുക്കുന്ന ചെറുകിട ഹോട്ടലുകാരാണ് ഈ ഇതുമായിട്ട് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത്. നമുക്ക് എങ്ങനെയെങ്കിലും ഇത് പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റുകൾ അതിന് വേണ്ടുന്നുള്ള നടപടികൾ സ്വീകരിച്ചേ മതിയാവൂ. നമ്മളൊരു 10-20 വർഷം മുന്നേ ഉള്ള അതേ റേറ്റിലാണ് ഇന്ന് നമ്മൾ ഹോട്ടലുകളിൽ ഭക്ഷണം കൊടുക്കുന്നത്. ഒരു അമിതമായ ഒരു വിലവർധനവ് നടത്തിയാൽ മാത്രമേ ഈ വ്യവസായം നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുള്ളൂ. ഇതല്ലെങ്കിൽ തന്നെ നമുക്ക് വില വർദ്ധിപ്പിക്കേണ്ട അവസ്ഥയാണ്. അതിലൂടെ നമുക്ക് ഇരുട്ടടി എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പകലെല്ലാം അടിച്ചിട്ടുണ്ട്. ഇരുട്ടത്തല്ല, നല്ല പകലെല്ലാമാണ് ഗവൺമെൻറ് നമ്മളെ കരണത്താണ് അടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ശക്തമായി എത്രത്തോളം നമുക്ക് ശക്തമായി ഇതിനെതിരെ പ്രതികരിക്കാമോ അത്രയും അധികം പ്രതികരണം നമുക്ക് ഈ 6-ാം തീയതിയിലുള്ള സമരത്തിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ തീർച്ചയായിട്ടും എല്ലാ മേഖലയും സ്തംഭിപ്പിച്ചുകൊണ്ട് ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഇതിൽ ഈ വില കുറയ്ക്കുന്നത് വരെ ഒരു സന്ധിയില്ലാ സമരം തന്നെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ നടത്തുമെന്നുള്ളതാണ് കൊപ്പം യൂണിറ്റിന് പറയാനുള്ളത്. അതുപോലെ നമ്മളൊരു 2 രൂപ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഉൽപ്പന്നങ്ങൾക്ക് 2 രൂപ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ യുവജന സംഘടനകളും അതുപോലെ തന്നെ കഴിഞ്ഞൊരു ദിവസം 12 രൂപ ഉണ്ടായിരുന്നത് ഇത്രയും അധികം വില കൊടുത്ത് നമ്മൾ ഗ്യാസും മറ്റ് സാധനങ്ങളും വാങ്ങി കൊടുക്കുമ്പോൾ കച്ചവടം ചെയ്യുമ്പോൾ ഒരു 2 രൂപ വർദ്ധിപ്പിച്ചത് 15 രൂപ ആക്കിയപ്പോൾ ഇവിടുത്തെ സിവിൽ സപ്ലൈസ് ഓഫീസർ വന്നിട്ട് ചോദിക്കുകയാണ് 12 കഴിഞ്ഞാൽ 13 ഇല്ല 14 ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. നമുക്കും ഈ ഗവൺമെൻറ്റിനോട് ചോദിക്കാനുള്ളത് 1800 രൂപ ഉണ്ടായിരുന്ന ഗ്യാസിന് 100, 200, 300 ഈ ഇത്രയും സംഖ്യകൾ ഉണ്ടായിരുന്നില്ലേ? ഈ ഒറ്റയടിക്ക് 1000 രൂപ വർദ്ധിപ്പിച്ച് ഇത്രയും മനുഷ്യത്വപരമല്ലാത്ത ഒരു രീതിയിൽ, ഒരു ദാക്ഷിണ്യമില്ലാത്ത രീതിയിൽ ഇങ്ങനെ വില വർദ്ധിപ്പിച്ചതിനെതിരെ ഈ കക്ഷി രാഷ്ട്രീയം മറന്ന് എല്ലാവരും, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലുകാരുടെ പ്രശ്നമല്ല, ഇത് പൊതുജനങ്ങളുടെ പ്രശ്നമാണ്. ഈ പൊതുജനങ്ങൾക്ക് പുറത്തിറങ്ങിയാൽ നമ്മൾ ഹോട്ടലുകാരെ പറയുന്നത് വീട് വിട്ടാൽ വീടാകുന്ന മറ്റൊരു പ്രസ്ഥാനമാണ്, മറ്റൊരു വീടാണ് ജനങ്ങൾക്ക്. അവിടെ വന്നൊരു ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് അവരുടെ സാമ്പത്തിക ഒരു വലിയൊരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു സൂചനാ സമരം കണ്ടുകൊണ്ട് ഗവൺമെൻറ് ഇതിനൊരു സത്വര നടപടികൾ സ്വീകരിച്ചുകൊണ്ട് വില കുറച്ചുകൊണ്ട് ഈ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ട നടപടിയെടുക്കണമെന്നുള്ളതാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.